എന്താ രാജുവിന്റെ പ്ലാൻ? കേരളത്തിൽ എത്ര നാളുണ്ടാവും? ഒരു 2 മാസം. ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതിനുശേഷം മാത്രമേ ഞാൻ തിരികെ പോകൂ. ഞാനിവിടെ നമ്മുടെ ഫ്ലാറ്റില്ലേ അവിടെയാ. ഓക്കെ, നന്നായി. രാജു ഓൺ ദ വേ അല്ലേ? അതെ ഡാഡി. മാഡം, ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചോ. ഈ RR എന്നുള്ളത് രാജു ആൻഡ് റോഷ്നി എന്നല്ലേ? ഇതിനൊക്കെ എത്ര പെട്ടെന്ന് പബ്ലിസിറ്റി കിട്ടുന്നത്. മാഡം, MD വരാൻ എന്താ ഇത്ര താമസിക്കുന്നേ? ടൈം ആവുന്നല്ലേ ഉള്ളൂ. MD ഈസ് വെരി പങ്ക്ച്വൽ. പറഞ്ഞ ടൈമിന് 1 മിനിറ്റ് മുമ്പേ എത്തും. ഇനി വരാൻ ഒരു 5 മിനിറ്റ് കൂടി ഉണ്ടല്ലോ. MD വന്നല്ലോ. ഞാൻ പറഞ്ഞില്ലേ, he is very punctual. വെൽക്കം രാജു. ഡാഡി വന്നിട്ടുണ്ട്. എവിടെ? അകത്തുണ്ട്. സർ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട രാജുവിനെ കുറിച്ച് ഞാൻ എന്തു പറയാനാണ്? പിതൃതുല്യമായ സ്നേഹം രാജു എനിക്കും, അതിനേക്കാൾ ഒരു പടി കൂടുതൽ വാത്സല്യം ഞാൻ രാജുവിനും കൊടുത്തിട്ടുണ്ട്. ഞാൻ രാജുവിനെ കണ്ടെത്തിയതാണെന്ന് ബിസിനസ്സുകാർ പലരും പറയുന്നുണ്ട്. അതൊരിക്കലുമല്ല. രാജുവിനെ കണ്ടെത്തിയത് സാക്ഷാൽ ദൈവം തന്നെയാണ്. കുപ്പയിൽ കിടന്നൊരു മാണിക്യമാണ് രാജു. അതിങ്ങനെ വെട്ടിത്തിളങ്ങുകയല്ലേ. ലോകത്തിലെ വലിയ വലിയ ബിസിനസ്സുകാരായ ഇലോൺ മസ്കിനെ പോലെ, ജെഫ് ബെസോസിനെ പോലെ, വാറൻ ബഫറ്റിനെ പോലെ, മുകേഷ് അംബാനിയെ പോലെ രാജീവ് വേണുഗോപാൽ തിളങ്ങും വളങ്ങും ചെയ്യട്ടെ. മറ്റുള്ളവരോട് കാരുണ്യം മാത്രമുള്ള ഇദ്ദേഹത്തിന്റെ കെടാത്ത കാരുണ്യ ദീപവും അതിലെ പ്രകാശവും എങ്ങും പരക്കട്ടെ. അകത്തേക്ക് പോ. യെസ്. ഇത് വാങ്ങിച്ചോ. വരൂ വരൂ വരൂ. അപ്പോ ആദ്യമായിട്ട് സ്റ്റാഫുകളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തു റോഷ്നി. രാജു സ്വന്തം കമ്പനിയിലെ സ്റ്റാഫുകളെ ഇതിനു മുമ്പ് നേരിട്ട് പരിചയപ്പെടാനുള്ള സാധ്യതയൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല സർ. ഒരിക്കല് ഒരു വീഡിയോ കോൺഫറൻസിലൂടെ ഇവരുടെയൊക്കെ മുഖം കണ്ടതായിട്ട് ഓർമ്മയുണ്ട്. അപ്പോ പുതിയ MD നീ തന്നെ ഒന്ന് പരിചയപ്പെടുത്തു റോഷ്നി. ഇത് രേണുക. ഹായ് സർ. ഹായ്. ഇത് ഷാനവാസ്. ഹായ് സർ. ഹായ്. അത് മാത്യു. ഹായ്. ഹലോ. Hi sir, I'm Angel. പിന്നെ രാജുവിന്റെ അടുത്ത് അവിടെ അഭ്യാസം. You have all been introduced to our managing director. Now please return to your respective seats and continue with your works. എങ്ങനെയുണ്ട് രാജു ഇവിടുത്തെ അറേഞ്ച്മെന്റ്സ് ഒക്കെ?
ഞാൻ പ്രതീക്ഷിച്ചതിലും ഗംഭീരമാണ് സർ. വളരെ വളരെ ഗംഭീരം. ഇതിന്റെ എല്ലാം പിന്നിൽ എന്റെ പ്രോത്സാഹനം ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു കാര്യത്തിലും ഞാൻ ഇടപെട്ടിട്ടില്ല രാജു. ഇതിന്റെ എല്ലാം ചുമതല വഹിച്ചത് റോഷ്നി തന്നെയാണ്. രാജുവിന്റെ എല്ലാ സ്ഥാപനങ്ങളുടെയും അതോറിറ്റി ചാർജ് വഹിച്ചിരുന്നതും ദേ എന്റെ മോള് റോഷ്നി തന്നെ. താങ്ക് യു റോഷ്നി. യു വെൽക്കം. ഒരു നന്ദി പറയുന്നതുകൊണ്ട് മാത്രം തീരുന്നല്ലോ സാറിന്റെ കുടുംബത്തോടുള്ള എന്റെ സ്നേഹവും കടപ്പാടും. ഒരിക്കലെല്ലാം നഷ്ടപ്പെട്ട് ആകെ തളർന്ന് ഞാൻ സാറിന് മുമ്പിൽ വന്നപ്പോ സാറിന് വേണമെങ്കിൽ എന്നെ ഉപേക്ഷിക്കായിരുന്നു. പക്ഷേ സാർ അത് ചെയ്തില്ല. കരുണയോടെ എന്റെ നേരെ കൈ നീട്ടി ഒരു കൈ താങ്ങായി നിന്നു. വീഴാൻ പോകുമ്പോ ഒരു കൈ തന്ന് താങ്ങി നിർത്തുന്നവര് ദൈവതുല്യരാ. തോട്ടത്തിൽ വിശ്വനാഥൻ സാറ് എനിക്ക് ദൈവതുല്യനാ. ഏയ് അങ്ങനെയൊന്നും പറയണ്ട രാജു. രാജു ദൈവാധീനമുള്ള ചെറുപ്പക്കാരനാണ്. ദൈവമാണ് രാജുവിനെ എന്റെ മുമ്പിൽ കൊണ്ടെത്തിച്ചത്. അതങ്ങനെയല്ലല്ലോ സാർ. എന്റെ ജീവിതത്തില് സാറിനേക്കാളും വലിയൊരു ദൈവമുണ്ട്. ആ ദൈവം ചില സാഹചര്യങ്ങളില് പിശാചായി മാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്റെ മനസ്സില് അദ്ദേഹം എപ്പോഴും ദൈവം തന്നെയാണ് സാർ. പക്ഷേ സാറിന് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. എന്റെ ഈ കാണുന്ന നേട്ടങ്ങൾക്കൊക്കെ പിന്നില് സാറിന്റെ ഒരു തലോടലുണ്ടായിരുന്നു. എല്ലാ മനുഷ്യരും അങ്ങനെയൊക്കെ തന്നെയാണ് രാജു. പരസഹായം കൂടാതെ ഒരു മനുഷ്യന് ഒന്നിനും പറ്റില്ല, ഒന്നും ചെയ്യാനും സാധിക്കില്ല. റോഷ്നി എന്റെ കമ്പനിക്ക് ചെയ്ത ഉപകാരങ്ങൾക്ക് എങ്ങനെയാ ഞാൻ നന്ദി പറയേണ്ടത്? അതിന് നന്ദിയൊന്നും പറയണ്ട രാജു. ഇതിന്റെ ഡ്യൂട്ടിയാണ്. അത് കൃത്യമായിട്ട് നിർവഹിച്ചെന്ന് മാത്രം. അതെ, അതവളുടെ ചുമതല തന്നെയാണ് രാജു. ചെറിയൊരു കാര്യമൊന്നും അല്ലല്ലോ സാർ റോഷ്നി എനിക്ക് ചെയ്തതെന്ന്. എന്റെ ഈ പ്രോജക്റ്റില് ഒരു വർഷത്തിൽ 2 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കി തന്നത് ചെറിയൊരു കാര്യമാണോ സാർ? അതും ശരിയാണ്. ആ, നമുക്ക് ഈ നന്ദി പറച്ചിലും ഇമോഷണൽ സീക്വൻസും ഒക്കെ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഓക്കെ, എന്താ രാജുവിന്റെ പ്ലാൻ? കേരളത്തിൽ എത്ര നാളുണ്ടാവും? ഒരു 2 മാസം. ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതിനുശേഷം മാത്രമേ ഞാൻ തിരികെ പോകൂ.